അതെ അതെ തീർച്ചയായിട്ടും. കാരണം ഇക്കുറിയുള്ള ചൂട് എന്ന് പറയുന്നത് പല പ്രത്യേകതകളുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ചരിത്രം പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ 2020 മുതൽ വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു റൈസാണ് താപനിലയിലുള്ളത്. 2010 മുതൽ അതിന്റെ തന്നെ ഒരു സൂചന കാണുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ട് ഘടകങ്ങളാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഒന്ന് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ഘടകമാണ്. അതായത് എത്ര ചൂട് നമ്മൾ ഫീൽ ചെയ്യുന്നു, അതുകൊണ്ട് എത്ര ആഘാതം ശരീരത്തിനുണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു കണക്കാണ്, ഈ വാല്യൂ ആണ് ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ശരീരം ബാഷ്പീകരിച്ച് അതൊരു അസ്വസ്ഥത ഇല്ലാത്ത നിലയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു ടെമ്പറേച്ചറാണ്. നമ്മുടെ ശരീരത്തിലെ സ്വേദഗ്രന്ഥികൾ ബാഷ്പീകരണം വരുത്തി, വിയർപ്പ് വരുത്തി ശരീരം തണുക്കുന്നതിന്റെ ഒരു വാല്യൂ ആണ് ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് തെർമോമീറ്ററുകൾ വെച്ചിട്ടാണ് അളക്കുന്നത്. ഇപ്പോൾ ഡിജിറ്റലായിട്ടാണ് അളക്കുന്നത്. ഇപ്പോൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കേരളത്തിൽ ഏകദേശം 30 ഡിഗ്രി 31 ഡിഗ്രി ആയിരിക്കുകയാണ്. എസ്പെഷ്യലി കോസ്റ്റൽ ഏരിയാസിൽ, തീരദേശ പ്രദേശങ്ങളിൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എറണാകുളം, കോഴിക്കോട്, കൊല്ലം, തൃശ്ശൂരിന്റെ തീരദേശ പ്രദേശങ്ങൾ തുടങ്ങിയവിടങ്ങളിൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 30-നും 31-നും ഇടയ്ക്കാണ്. അപ്പൊ ഇത് വളരെ വലിയൊരു വർധനമാണ്. 2020, 24, ഇപ്പോൾ 26, ഈ 3 വർഷങ്ങളിലാണ് ഇത്രയധികം വർധനവ് കാണുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ, നമ്മളിപ്പോ എറണാകുളത്തോ കോഴിക്കോടോ കൊല്ലത്തോ ഒക്കെ നമ്മളൊരു 34 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അതിനോടൊപ്പം തന്നെ പറയുന്നു പാലക്കാട് ഭയങ്കര ചൂടാണ്, 38, 39, 40 എന്നൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ, പാലക്കാടുള്ളതിനേക്കാൾ ആഘാതം കൂടുതലുണ്ടാകുന്നത് ഈ കോസ്റ്റൽ ഏരിയാസിൽ, ഈ തീരദേശ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കാണ്. കാരണം സ്വേദഗ്രന്ഥികൾ നിശ്ചലമാകുന്നത് മൂലം നമ്മുടെ താപനില, ശരീരത്തിൽ താപനില വർദ്ധിക്കുകയും അതുവഴി ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. കേരളം വളരെ ചെറിയൊരു പ്രദേശമാണ്, തീരദേശമാണ് കൂടുതൽ. തീരദേശത്താണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷനും ഉള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടുത്തെ 3.5 കോടി പോപ്പുലേഷന്റെ നല്ലൊരു ശതമാനം തീരദേശ മേഖലയിലാണ്. അപ്പൊ അത്രയും പോപ്പുലേഷൻ, ജനസംഖ്യ ഈ ഒരു വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെ ആഘാതം അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോ പറയുന്നത്, ഇപ്പോ IMDയും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ പറയുന്നത് താപനില, ഹീറ്റ് ഇൻഡെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അനുഭവിക്കുന്ന താപത്തിനെ കുറിച്ചിട്ടുള്ള സൂചനയാണ് നൽകുന്നത്. പാലക്കാട് ഇപ്പോൾ 37-38 ഡിഗ്രി ആണെങ്കിൽ അനുഭവിക്കുന്ന താപം 42-43 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങൾ, പുല്ലൂർ, ആര്യങ്കാവ് തുടങ്ങിയ പ്രദേശങ്ങളിലും നല്ല താപനില അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടെ, ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. പാലക്കാട് 38-39 ഡിഗ്രി ആയിരിക്കുമ്പോൾ അതേ ആഘാതം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആഘാതമാണ് തീരദേശ മേഖലകളിൽ ഉണ്ടാകുന്നത്. അത് ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെ വർധനവ് കൊണ്ടാണ്. ആർദ്രത താപനില എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. അതായത് ഹ്യൂമിഡിറ്റി കൂടുതലാണ്. നമ്മളുടെ അറബിക്കടലിൽ അടുത്ത് കിടക്കുന്നതുകൊണ്ട് നല്ല ആർദ്രതയുണ്ട് അന്തരീക്ഷത്തിന്. 85% മുകളിലാണ് അന്തരീക്ഷത്തിലെ ഈർപ്പം. നമുക്കറിയാം, അന്തരീക്ഷത്തിലെ ഈർപ്പം കുറവായിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ഗ്രന്ഥികൾ പ്രവർത്തിച്ച് ശരീരം തണുക്കാനിടയാക്കുകയുള്ളൂ. പക്ഷെ അന്തരീക്ഷം പൂരിതമായി കഴിഞ്ഞാൽ, സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ സ്വേദഗ്രന്ഥികൾ കൃത്യമായിട്ട് പ്രവർത്തിക്കില്ല. ശരീരത്തിന് ആന്തരികമായി താപം കൂടും. അങ്ങനെ ശാരീരികമായ ആഘാതമുണ്ടാകും. അതാണ് ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ഈ പ്രഭാവം ദൃശ്യമാകുന്നത് 2022 ശേഷമാണ്. 2010 മുതൽ ഇതിന്റെ വർധനവ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം ഹീറ്റ് ഡോം ഇഫക്റ്റ് എന്ന് പറയുന്നൊരു സംഭവമാണ്. നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ താപമകുട പ്രഭാവം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ US-ലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഹീറ്റ് ഡോം ഇഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് വലിയൊരു ലാർജ് സ്കെയിൽ ഫിനോമിനനാണ്. ആ ഭൂഭാഗത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത എന്തെന്നാൽ, അറബിക്കടലിന്റെ തൊട്ടിപ്പുറം ഏകദേശം മാക്സിമം 100 കിലോമീറ്റർ മാത്രം കരയുള്ള, അതിനപ്പുറം മലമ്പ്രദേശമുള്ള ഒരു പ്രദേശമാണ് കേരളം. അപ്പോൾ ഒരു മിനി ഡീപ് ഹീറ്റ് ഡോം ഇഫക്റ്റ് നമ്മുടെ കേരളത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഒരു ചെറിയ തോതിലുള്ള
ഈ ഒരു താപമകുട പ്രതിഭാസം കേരളത്തിൽ അനുഭവിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത് അറബിക്കടലിലെ ഒരു ഉയർന്ന മർദ്ദ പ്രദേശമാണ്. ഉയർന്ന മർദ്ദം എന്ന് പറയുമ്പോൾ ഒരു ആന്റി സൈക്ലോൺ അവിടെ രൂപപ്പെടുകയും മർദ്ദം അതേപടി നിലനിൽക്കുകയും താപം അതേപടി നിലനിൽക്കുകയും അങ്ങനെ അധികരിച്ച താപം ഈ ചുറ്റുപാടുകളിൽ പടരാനിടയാക്കുകയും ചെയ്യുന്നു. ഇപ്പോ ഇന്നലെയൊക്കെ മഴ പെയ്തു എന്ന് പറഞ്ഞു. മഴ പെയ്തത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതിഭയങ്കരമായ ഉഷ്ണമായിരുന്നു പാതി രാത്രിക്ക് ശേഷം. അതുപോലെ തന്നെ ഇന്നും അതിഭയങ്കരമായ ഉഷ്ണമാണ് കോസ്റ്റൽ ഏരിയാസിൽ അനുഭവപ്പെടുന്നത്. ഇതിന്റെ ഒരു സൂചകമാണ്. 2 പ്രതിഭാസങ്ങളാണ് കേരളീയരെ ഇപ്പോൾ ബാധിക്കുന്നത്. ഒന്ന് ഈ ഹീറ്റ് ഡോം ഇഫക്റ്റ്, 2 ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിലെ വർധനവ്. ഇത് വളരെ കാര്യമായിട്ട് തന്നെ കാലാവസ്ഥാ ഏജൻസികളും മറ്റ് ഗവൺമെന്റ് ഏജൻസികളും കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ട്. ഇപ്പൊ ചെയ്യുന്നത് പൊതുവെ ഒരു താപനില പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ ഒരു ഹീറ്റ് ഇൻഡെക്സ് പ്രഖ്യാപിക്കുക, ഹ്യൂമിഡിറ്റി ഇത്രയാണെന്ന് പ്രഖ്യാപിക്കുക. അതൊരു ബ്ലണ്ടായിട്ട് പൊതുവെ ഒരു കോപ്പി പേസ്റ്റ് രീതിയിലാണ് ഇപ്പോഴത്തെ കാലാവസ്ഥാ പ്രവചനങ്ങളും കാലാവസ്ഥയെക്കുറിച്ചുള്ള രേഖപ്പെടുത്തലുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ അപര്യാപ്തമായിട്ടുള്ള കാര്യമാണ്. വെറ്റ് ബൾബ് ടെമ്പറേച്ചറാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് മനുഷ്യരുടെ ശരീരത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെ ചൂട് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നു, എങ്ങനെ നമ്മുടെ ഉഷ്ണം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നു, എങ്ങനെ ആർദ്രത ഹ്യൂമിഡിറ്റി നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നു എന്നുള്ളതിന്റെ വാല്യൂ ആണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അതിനോടൊപ്പം തന്നെ കാലാവസ്ഥ പ്രതിഭാസത്തിന്റെയും കൂടെ നമ്മളിപ്പോ ആഗോളതാപനത്തിന്റെയും മറ്റൊക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിലും ഇവിടെ നമ്മുടെ ചുറ്റുപാടും അറബിക്കടലിലും കരപ്രദേശത്തുമുള്ള ഈ ഹീറ്റ് ഡോം ഇഫക്റ്റ്, താപമകുട പ്രതിഭാസം നമ്മളെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഇത് വളരെ വലിയൊരു സൂചകമാണ്. പ്രതിരോധ നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിന്റെ ഇഫക്റ്റ് കുറയ്ക്കാനായിട്ട് ധാരാളം പച്ചപ്പ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അത് മാത്രമല്ല, ഉച്ച സമയങ്ങളിലൊക്കെ പുറത്തുപോയി ജോലി ചെയ്യുന്നതൊക്കെ ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയയിലുള്ളവർ ഒഴിവാക്കുന്നതാണ് നല്ലത്. നമുക്ക് അറിയത്തില്ല, കാരണം നമുക്കിപ്പോ സൺസ്ട്രോക്കോ അല്ലെന്നുണ്ടെങ്കിൽ സൺബേണോ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെ കാരണം കൊണ്ട് ശരീരത്തിന് ആന്തരികമായിട്ടുള്ള ആഘാതം തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോ കുട പിടിച്ചാലും സൺസ്ക്രീൻ തേച്ചാലും ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെ ആഘാതം കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. ഒരു സന്ദേശമാണ് ഈ അവസരത്തിൽ നൽകാനുള്ളത്. ഇതിപ്പോൾ ഈ മഴ അതിനിയും എത്രത്തോളം അകലെയാണ്? ഒരു മഴ വേനൽക്കാലത്ത് ലഭിക്കേണ്ട മഴ കൂടെ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ജലദൗർലഭ്യം കൂടെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറില്ലേ? ഇപ്പൊ ഈ ഹീറ്റ് ഡോം ഇഫക്റ്റ് നിൽക്കുന്നതുകൊണ്ടാണ് മഴക്കുറവ് അനുഭവപ്പെടുന്നത്. കാരണം മഴ ലഭിക്കണമെന്നുണ്ടെങ്കിൽ മർദ്ദത്തിലെ വ്യതിയാനം വേണം. ഇപ്പൊ കരയും കടലും ഒക്കെ ഏകദേശം ഒരേ മർദ്ദ പ്രദേശമായിട്ടാണ് നിലനിൽക്കുന്നത്. കാരണം താപം ഏകദേശം ഒരേ നിലയിലാണ് നിൽക്കുന്നത്. ഇതിനൊരു മാറ്റമുണ്ടായെങ്കിൽ മാത്രമേ താപനിലയിൽ കുറവുണ്ടാകുകയും പിന്നീട് അല്പമെങ്കിലും മഴ ലഭിക്കാൻ, ഇന്നലത്തെക്കാൾ കൂടുതൽ മഴ നമുക്ക് ലഭിക്കാൻ കാരണമാകുകയും ചെയ്തിട്ടുള്ളൂ. പൊതുവെ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറയുന്നത് ഈ ഒരു 3-4 ആഴ്ചകൾ അതിശക്തമായ താപനില കേരളത്തിന്റെ പല ഇടങ്ങളിലും അനുഭവപ്പെടും. ഇപ്പൊ സൺബേൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓക്കെ, പക്ഷേ ഹീറ്റ് സ്ട്രെസ്, ഹീറ്റ് എക്സോഷൻ തുടങ്ങിയതുപോലെയുള്ള അത് ചിലപ്പോൾ ലീതലായേക്കാം, ഫേറ്റലായേക്കാം. അപ്പൊ അത്തരത്തിലുള്ള ആഘാതത്തിന്റെ സൂചനകളാണ് നൽകുന്നത്. ഇത് നല്ലൊരു ഭാവിയെ കുറിച്ചിട്ടുള്ള സൂചനയല്ല നൽകുന്നത്. കാരണം 2020 മുതൽ വളരെ വലിയൊരു വർധനമാണ് കണ്ടുവരുന്നത്. കോവിഡ് കാലത്ത് കുറവായിരുന്നു, പക്ഷെ 2022 മുതൽ വളരെ വലിയൊരു വർധനമാണ് ഈ വാല്യൂവിൽ ഇപ്പൊ നമുക്ക് കാണുന്നത്. അപ്പൊ അത് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് IMDയും മറ്റ് ഏജൻസികളും ഒക്കെ, ഇതൊരു ഡിസാസ്റ്റർ തന്നെയാണ്, ഇതൊരു ദുരന്തം തന്നെയാണ്. കേരളം അനുഭവിക്കുന്ന ഒരു ദുരന്തമാണ് വേനൽക്കാലത്ത് ഈ ഒരു വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കൊണ്ടുള്ള ആഘാതം. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അത് നമ്മുടെ ദൈനംദിന ചർച്ചകളിൽ കടന്നു വരണം. എന്നാൽ മാത്രമേ നമുക്കൊരു ഇതിനെ പ്രതിരോധിച്ച് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.